സ്ത്രീകളിലെ എനർജി ഡ്രെയിൻ വളരെ കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീ വളരെ സ്ട്രോങ് ആണ്, ഇമോഷണലി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, കംപ്ലൈൻറ്റ് ചെയ്യാൻ പാടില്ല, വീടിൻ്റെ ശാന്തമായ അന്തരീക്ഷം സ്ത്രീയാണ് കൊണ്ടുപോകേണ്ടത്, എല്ലാ കാര്യങ്ങളും ഒരു സ്ത്രീയാണ് നോക്കി നടത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സ്ട്രോങ് ആകണം എന്നുള്ള അല്ലെങ്കിൽ ഇമോഷൻസിനെ സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കാരണം സമൂഹം നമ്മളെ പഠിച്ചത് ഇതൊക്കെയാണ്, നമ്മളങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ദേഷ്യം കാണിക്കാനോ സങ്കടം കാണിക്കാനോ പാടില്ല എന്നുള്ള ആ ഒരു സെൽഫ് ടോക്ക് നമ്മളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ആ ഇമോഷൻസിനെ സപ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഒരു ദിവസം ഈ സപ്രസ് ചെയ്ത ഇമോഷൻസ് എല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ലാവ പോലെ അത് വെളിയിലേക്ക് ബൂം എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കും. ആ സമയത്താണ് മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഫിസിക്കലി നമുക്ക് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എക്സോസ്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് എല്ലാത്തിനും ദേഷ്യപ്പെടുന്നതാവാം. പക്ഷേ അത് ഒരുപാട് ലേറ്റായിരിക്കും. അതിനു മുമ്പേ നിങ്ങളുടെ ഈ സിസ്റ്റത്തിനെ, നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ ഇമോഷൻസിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒഴിവാക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ക്യാരി ചെയ്യുന്നത് എന്താണെന്ന്? കുട്ടികളുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്ക, ഹസ്ബൻഡ് ജോലി കഴിഞ്ഞിട്ട് വന്നാൽ പുള്ളിയെ എങ്ങനെ സന്തോഷിപ്പിക്കണം എന്നുള്ള പുതിയ ഐഡിയാസ്, വീട്ടിലെ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുക, ഗസ്റ്റിനെ സ്വീകരിക്കുക, നാളെ എന്ത് കറികൾ ഉണ്ടാക്കണം, എന്ത് കൂട്ടാനുണ്ടാക്കണം, അതുപോലെ ഭാവിയെ പറ്റിയുള്ള സാമ്പത്തിക ആശങ്ക, ഇതൊന്നും പോകാതെ നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവരെ നിങ്ങൾക്ക് കാണിക്കാനും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മോഡിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു അലേർട്ട് മോഡിലാണ് ഇരിക്കുന്നത്. ഈ അലേർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളാണ് വഹിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് സമൂഹം നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ചിരിക്കുക. പക്ഷേ ഈ അലേർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മീനിങ് റെസ്പോൺസിബിലിറ്റി വഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ അലേർട്ട് മോഡിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം സർവൈവൽ മോഡിലാണ്. ആ ഒരു സിഗ്നലാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരം കാമാകുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സും ശാന്തത കൈവരിക്കുന്നില്ല. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നീ കേട്ട് വളർന്നത് മറ്റൊന്നുമല്ല, നീ ഒരു പെൺകുട്ടിയാണ്, വീട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നീ പൂർണ്ണമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആ റെസ്പോൺസിബിലിറ്റി വഹിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ അലേർട്ട് മോഡിൽ മറ്റൊന്നാണ് സംഭവിക്കുന്നത്. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അലേർട്ട് ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി ഒരുപാട് എനർജി ആവശ്യമായി വരും. ആ ബോഡിക്ക് എനർജി ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ ഡ്രെയിൻ ആയി പോകും. അതുപോലെ മറ്റൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് സപ്രസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. മറ്റുള്ളവരോട് നിങ്ങൾ ഒരു കംപ്ലൈൻറ്റും പറയാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗിവർ റോളാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല, ഈവൻ ഒരു അപ്രിസിയേഷൻ പോലും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കോൺസ്റ്റന്റ് ആയിട്ട് അലേർട്ട് മോഡിലും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഗിവർ റോളിലും ഇരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡി എപ്പോഴും ആ ഇമോഷൻസിനെ സപ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുള്ളത് ഒരു സർവൈവൽ മോഡിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് എനർജി ആവശ്യമായി വരുന്നതും ആ എനർജി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ടയേർഡ് ആകുന്നതും. ഈ എനർജി ഡ്രെയിൻ നിങ്ങളുടെ വീക്ക്നെസ് അല്ല, അത് നിങ്ങളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. പകരം നിങ്ങൾ ഒരുപാട് ഓവറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. നിങ്ങളൊരു ഓവർ ഗിവറാണ്. അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾ അണ്ടർ എക്സ്പ്രസീവ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് ലഭിക്കും. നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു സേഫ്റ്റി മോഡിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. ഈ എനർജി ഡ്രെയിൻ അല്ലെങ്കിൽ ഈ ടയേർഡ്നെസ് മാറ്റാൻ നിങ്ങൾക്ക് ആവശ്യം ഒരു റീസെറ്റാണ്. അതിന് മോട്ടിവേഷണൽ ടോക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയില്ല, പല മെഡിറ്റേഷൻസും ഫെയിലാകും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ റീസെറ്റ് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞുതരാം. അത് പ്രാക്ടിക്കലായിട്ട് നിങ്ങളും ചെയ്യുക. ആദ്യമായിട്ട് ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. മറ്റുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതിനുശേഷം നിങ്ങൾ രണ്ട് കൈയും നിങ്ങൾ ചെസ്റ്റിലേക്ക് വെച്ചുകൊണ്ട് ഒരു ബ്രീത്ത്, ആഴമേറിയ ഒരു ശ്വാസം മൂക്കിൽ കൂടെ എടുക്കുകയും ആഴമേറിയ ശ്വാസം വായിൽ കൂടെ വെളിയിലേക്ക് വിടുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ എണ്ണുന്ന ആ ഒരു കൗണ്ടിൽ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 1 മുതൽ 6 വരെ എണ്ണുന്ന കൗണ്ടിൽ ശ്വാസം വെളിയിലേക്ക് വിടുക. അതിനുശേഷം നിങ്ങളോട് ഇങ്ങനെ പറയാം, ഞാൻ ഇപ്പോൾ സേഫാണ്, എനിക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വഹിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം ഇല്ല, റെസ്റ്റ് എടുക്കുവാൻ എനിക്ക് അനുവാദമുണ്ട്, ഞാൻ സേഫാണ്. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം നിങ്ങൾ പറയുക. ആ ശ്വാസത്തോടൊപ്പം നിങ്ങൾ പറയുകയും
അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീസെറ്റ് ഇപ്പോൾ ശരീരത്തിലുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ബോഡി ചേഞ്ചസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബോണസായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് കൂടെ തരാം. ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ റീസെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ ആ നെർവസ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു എനർജി ഡ്രെയിൻ ആയത് നിങ്ങൾക്ക് ഒരു റെസ്റ്റ് ലഭിക്കുകയും മൈൻഡും നിങ്ങളുടെ ശരീരവും നിങ്ങൾക്ക് കാമായിട്ട് കൊണ്ടുപോകാനും കഴിയും. അപ്പം നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. ശാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക. അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ 2 കൈയും നിങ്ങളുടെ ചെസ്റ്റിലേക്ക് വെക്കുക. അതിനുശേഷം നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ശരീരത്തെ സ്കാൻ ചെയ്യുക. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ ആലോചിക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ വേദനപ്പെടുത്തുന്ന ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു ടൈറ്റ്നസ് എവിടെയാണ് അനുഭവിക്കുന്നത്? അത് തലയിലാണോ, അതോ ഷോൾഡറിലാണോ, ചെസ്റ്റിലാണോ, നിങ്ങളുടെ വയറ്റിലാണോ? ജസ്റ്റ് സ്കാൻ മാത്രം ചെയ്യുക. ഇപ്പോൾ നമ്മളൊന്നും ഫിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സ്കാനിങ് ചെയ്തതിന് ശേഷം പതുക്കെ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട് നിങ്ങളുടെ തറയിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. ആ തറയിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള ആ ടെൻഷനൊക്കെ റിലീസ് ചെയ്യുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. പതുക്കെ നിങ്ങൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ ഇങ്ങനെ ഒന്ന് തൂക്കുക. നിങ്ങളുടെ കൈ, നിങ്ങളുടെ ചുറ്റുപാട് ജസ്റ്റ് ഒന്ന് തൂക്കുക. ഇങ്ങനെ തൂക്കുന്നത് വഴി നിങ്ങൾക്കുള്ള ആ എല്ലാ ആവശ്യമില്ലാത്ത ആ ടെൻഷനും ആ സ്ട്രെസ്സും ആ ഭയവും ഒക്കെ വെളിയിലേക്ക് വിടുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളോട് തന്നെ പറയുക, ഞാനിപ്പോൾ എൻ്റെ എല്ലാ ഭയത്തെയും, എൻ്റെ എല്ലാ ദേഷ്യത്തെയും അസ്വസ്ഥതകളെയും റിലീസ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ സേഫാണ്. അതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇത് റെഗുലറായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴും ഒരു അസ്വസ്ഥത തോന്നിയാലും ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കുണ്ടാകുന്ന ബോഡി ചേഞ്ചസ് അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഉള്ള പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.